ഹലോ മൈക്കാസ്, ഇന്ന് ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോകാൻ പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണത് എങ്ങോട്ടെന്നറിയോ? കോയമ്പത്തൂർക്ക്. പാലക്കാട് വഴി കോയമ്പത്തൂർക്ക്. പിന്നെ കോയമ്പത്തൂർ പോകണത് ഏതിനാന്നൊക്കെ ഇപ്പോൾ ചോദിക്കും. അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് രാത്രി 2 മണിക്ക് പുറപ്പെട്ടിരിക്കണം. ഇവിടെ 4 മണിക്കാണ് ട്രെയിൻ ബുക്കൊന്നും ചെയ്തിട്ടില്ല. ബുക്കൊന്നും ചെയ്യാതെയാണ് ഈ പോണത്. ഞാൻ പണ്ട് കയറിയതാണ് ട്രെയിനിൽ. ഇപ്പോൾ ഈ പ്രായത്തിലാണ് കയറുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ജീവിതത്തിൽ കുറേ ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ യാത്രകൾ ഉൾപ്പെടുത്തുക. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളും നമുക്ക് തരും, ഓരോ പുതിയ അറിവുകളും. നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഒരു ട്രെയിനും ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ വേറെ ട്രെയിനുമാണ്. ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്ലാസ് യാത്രയാവും കേട്ടോ. ഭയങ്കര തിരക്കുണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർ ട്രെയിന് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടില്ല. അതുകൊണ്ട് സ്ലീപ്പർ കയറിങ്ങാണ്ടാണ് കോയമ്പത്തൂർക്ക് പോയത്. ഇന്നിപ്പോൾ ഈ കോയമ്പത്തൂർ യാത്ര എന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ പോകുന്നോളൂ. ഞങ്ങൾ കോയമ്പത്തൂർ യാത്ര ഏതിനാന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെന്താ കോയമ്പത്തൂർ ട്രെയിൻ ഇറങ്ങിങ്ങാണ്ട് ഞങ്ങൾ നേരെ പോണത് എടുക്കാന്ന് നിങ്ങൾക്കറിയണ്ടേ? നപ്പൂരി. നല്ല തിരക്കുള്ള ഏരിയയാണ് ഈ കോയമ്പത്തൂർ ടൗണിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ മോർണിംഗ് ഞങ്ങളവിടെ എത്തി. ഒരു 7 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോണത് ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ വന്നത് ഉമ്മാൻ്റെ കണ്ണാശുപത്രിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഉമ്മാൻ്റെ കണ്ണിൽ ലേസർ അടിച്ചലും ബാക്കി ചികിത്സ ഒക്കെ ചെയ്യലും. ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ഒരു മലയാളി ടച്ചൊന്നുമില്ല. സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. മസാല ദോശയും നെയ് റോസ്റ്റും ഭൂരി വട സംഭവങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീണ്ടും സ്കാനിങ് ഒക്കെ കഴിഞ്ഞാണ്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ലഞ്ച് കഴിക്കാൻ കയറി. മഷ്റൂം മഞ്ചൂരിയും മഷ്റൂം ഫ്രൈഡ് റൈസും ഒക്കെ ആയിരുന്നു.
ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. അങ്ങനെ എന്താ ഞങ്ങൾ കോയമ്പത്തൂരിന് തിരിച്ച് നാട്ടിലേക്ക് പോവുക. അപ്പോൾ കോയമ്പത്തൂരിന് ബൈ ബൈ. ഇനി എപ്പോഴെങ്കിലും കാണാം കേട്ടോ.